നമസ്തേ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ അനുപ ടീച്ചർ. അപ്പോൾ നമുക്കിപ്പോൾ പുതുതായിട്ട് ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് മാറി വന്ന ഹിന്ദി ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. ആ കഥയുടെ പേരെന്താ? ഝട്പട്ട് ഓർ നട്കട്ട് എന്ന് പറയുന്ന കഥയാണ്. എഴുതിയത് രമേശ് ഉപാധ്യായ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ രമേശ് ഉപാധ്യായ ആരാണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. രമേശ് ഉപാധ്യായ ജനിച്ചത് 1942 മാർച്ച് 1 കേട്ടോ. അദ്ദേഹം മരിച്ചത് 2021 ഏപ്രിൽ 24 രമേശ് ഉപാധ്യായ का जन्म उत्तर प्रदेश में हुआ. അപ്പോൾ രമേശ് ഉപാധ്യായ ജനിച്ചത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കഡ് നാടക്, ആലോചന ആദി വിധാവുമേ സക്രിയ രഹേ. അദ്ദേഹം കഥകൾ, നോവലുകൾ, നാടകങ്ങൾ, സ്ട്രീറ്റ് പ്ലേ, അതുപോലെ തന്നെ ക്രിറ്റിസം ബുക്സ് എന്നീ എല്ലാ മേഖലകളിലും അദ്ദേഹം സക്രിയനായിരുന്നു. ദണ്ഡദ്വീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായേ ഹേ. അപ്പോൾ ദണ്ഡദ്വീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് എന്നീ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ്. വേ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത് ഹേ. അദ്ദേഹത്തിന് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി അവാർഡും കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ രമേശ് ഉപാധ്യായ. ഇനി നമുക്ക് രമേശ് ഉപാധ്യായിന്റെ ഝട്പട്ട് ഓർ നട്കട്ട് എന്ന് പറയുന്ന കഥയിലേക്ക് കിടക്കാം. ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, 2 കുട്ടികൾ ഇനി കൈപ്പിടിച്ച് ഓടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഏകത ഝട്പട്ട്, ഏകത നട്കട്ട്. ഒരു സ്ഥലത്ത് ഝട്പട്ട് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നട്കട്ട് എന്ന് പറയുന്ന കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ പേരെന്താ? ഝട്പട്ട്, അടുത്താളുടെ പേരോ നട്കട്ട്. ഝട്പട്ട് ബഡാ ഥ. നമ്മുടെ ഝട്പട്ട് എന്ന് പറയുന്നത് മൂത്ത കുട്ടിയാണ് കേട്ടോ. നട്കട്ട് ചോട്ട. നട്കട്ട് എന്ന് പറയുന്നതോ ഇളയ കുട്ടിയാണ്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥ. മൂത്ത കുട്ടി 2 വയസ്സ് മൂത്ത ആളാട്ടോ. ചോട്ട കേവൽ 2 സാൽ ചോട്ട. അപ്പൊ ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിയേക്കാൾ 2 വയസ്സിന് ഇളയതാണ്. ദോനോ സ്കൂളിൽ പഠിച്ചത്. 2 പേരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഝട്പട്ട് പാഞ്ച്വീമേം, നമ്മുടെ മൂത്ത കുട്ടിയായിട്ടുള്ള ഝട്പട്ട് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലും, നട്കട്ട് തീസരീമേം, നട്കട്ട് എന്ന് പറയുന്ന കുട്ടി എത്രയിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഗർസെ ദോനോ ഭായി സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഗർ ആത്തെ. അപ്പോൾ 2 കുട്ടികളും സഹോദരങ്ങളും കൂടിയാണ് കേട്ടോ. അവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും ആളും തന്നെയാണ് സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും. അപ്പോൾ ഒരു സ്ഥലത്ത് ഝട്പട്ട് എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു, നട്കട്ടും ഉണ്ടായിരുന്നു. 2 പേരും സഹോദരങ്ങളായിരുന്നു. മൂത്ത ആള് ഝട്പട്ടാണ്, അപ്പോൾ ഇളയ ആളുടെ പേരാണ് നട്കട്ട് എന്ന് പറയുന്നത്. 2 പേരും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മൂത്ത ആള് നമ്മുടെ ഝട്പട്ട് 5ാം ക്ലാസ്സിലും നട്കട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോവുകയും വരികയും ഒക്കെ അവർ ചെയ്യുന്നത്. വേക്ക് ഗാവ് മേ രഹത്തെ. അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവുമേ നഹി, ദൂസരെ ഗാവുമേന്ത്. പക്ഷെ അവരുടെ ഗ്രാമത്തില് സ്കൂൾ ഉണ്ടായിരുന്നില്ല. സ്കൂൾ എന്ന് പറയുന്നത് ദൂസരെ ഗാവുമേന്ത, ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂൾ. വഹാന്തക്ക് പൈതൽ ജാനപ്പെട്ടാത്ത. അവർക്ക് അവിടേക്ക് നടന്നു പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പൈതൽ ഹി വാപ്പസാനപ്പെട്ട. അതുപോലെ തിരിച്ചും എന്ത് ചെയ്യേണ്ടി വന്നു? നടന്ന് തന്നെ വരണം. കാരണം സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, മറ്റൊരു ഗ്രാമത്തിൽ ദൂരെയാണ്. അപ്പോൾ നടന്നാണ് അവർ വരുവൊക്കെ ചെയ്യുന്നത്. ജാതി സമയം രാസ്തേമൂനെ കൈ ചീസേ മിൽത്തി തീ. പോകുന്ന വഴിക്ക് അവർ ഒരുപാട് വസ്തുക്കൾ കാണാറുണ്ട് കേട്ടോ. എന്തൊക്കെയാ കണ്ടുമുട്ടുന്നവര്? പോക്കർ, പോണ വഴിക്ക് ഒരു കുളം കാണാറുണ്ട്. ബർഗത്, ഒരു വടവൃക്ഷം ഉണ്ടല്ലോ, നമ്മുടെ ആല് പോലുള്ള വൃക്ഷം കാണാറുണ്ട്. ഖേത്ത് കാണാറുണ്ട്. ബാഗ്, തോട്ടം കാണാറുണ്ട്. നാല, തോട് കാണാറുണ്ട്. നദി, ഇതൊക്കെ ഇവർ പോണ വഴിക്ക് അവർ കാണാറുണ്ട്. അപ്പോൾ കുളം, എന്താണ് വടവൃക്ഷം, അതായത് ആൽമരം, വയല്, പൂന്തോട്ടം, തോട്, നദി, ഇതൊക്കെ അവർ പോണ വഴിക്ക് എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. വാപ്പസ് ആനെ ബർഫി രാസ്തേമേവിനെ കൈ ചീസ് മിൽത്തി. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അവർ ഒരുപാട് വസ്തുക്കളൊക്കെ കാണാറുണ്ട്. മീൻസ് അങ്ങോട്ട് പോയപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും കാണാറുണ്ട് കേട്ടോ. നദി കാണാറുണ്ട്, തോട് കാണാറുണ്ട്, അതുപോലെ തന്നെ തോട്ടം കാണാറുണ്ട്, വയൽ കാണാറുണ്ട്, ബർഗത് കാണാറുണ്ട്, അതുപോലെ തന്നെ പോക്കർ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോക്കർ, ആ കുളമാണ് ഫസ്റ്റ് അവർ കാണുക. പിന്നെ ബർഗത്, പിന്നെ കേത്ത്, വയൽ കാണും, പിന്നെ തോട്ടം കാണും, പിന്നെ ഒരു തോട്, പിന്നെ ഒരു നദി. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? അവസാനം എത്തി നിൽക്കുന്ന ആ നദി, പിന്നെ നാല, പിന്നെ തോട്, പിന്നെ വയല്, പിന്നെ ബർഗത്, പിന്നെ ആ കുളം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന എല്ലാ വസ്തുക്കളും അവർ തിരിച്ചു വരുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. ഝട്പട്ട് തേസ് ചലത്താത്ത. മൂത്ത കുട്ടിയായ ഝട്പട്ടാണെങ്കിലോ നല്ല സ്പീഡിനാണ് കേട്ടോ നടക്കുന്നത്. നട്കട്ട് ധീരെ ധീരെ. നട്കട്ട് ചെറിയ കുട്ടിയാണ്, അതായത് ഇവനേക്കാൾ 2 വയസ്സ് ഇളയതാണ്. അവൻ പതിയാണ് നടക്കുക കേട്ടോ. ഝട്പട്ട് ബർഗത് തക്ക് പഹുഞ്ചിത്ത. അപ്പോൾ ഈ ഝട്പട്ട് ബർഗതിന്റെ അടുത്ത് എത്തുമ്പോൾ, ആ ആൽമരത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തബ് തക്ക് നട്കട്ട് പോക്കർ തക്ക് ഹി പഹുഞ്ചു പോത്ത. നട്കട്ട് ആ കുളത്തിന്റെ അടുത്ത് എത്താറേ ഉള്ളൂ. കാരണം പതുക്കെയാ വരുന്നേ. ആദ്യം കാണുന്നത് കുളം ആട്ടോ. അപ്പൊ ആ കുളത്തിനടുത്ത് അവ എത്തേ ഉള്ളൂ. അടുത്ത ആലിന്റെ മൂട്ടില് നമ്മുടെ ഝട്പട്ട് എത്തുമ്പോൾ ഇവൻ ആ കുളത്തിന്റെ അവിടെ എത്തേ ഉള്ളൂ. ഝട്പട്ട് ബാഗ് തക്ക് പഹുഞ്ചു ചാത്ത.
ചട്പട് ആ തോട്ടത്തിന് അവിടെ എത്തുമ്പോൾ നമ്മുടെ നട്ട്കട്ട് എന്ത് ചെയ്യാറേ ഉള്ളൂ, ഖേത്ത് തക്കി ഹി പहुंच होता, വയലിൽ എത്താറേ ഉള്ളൂ. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് നട്ട്കട്ട് നടക്കുക. ചട്പടാണെങ്കിലോ നല്ല വേഗത്തിലും. झटपट नदी तक पहुंच पाता തബ് നട്ട്കട്ട് നാലേ തക്ക് പहुंच होता. നമ്മൾ പറഞ്ഞില്ലേ അവസാനം ആ നദിയുടെ അടുത്ത് നമ്മുടെ ചട്പട്ട് എത്തുമ്പോൾ തോടിൻ്റെ അടുത്തേ എത്താറുള്ളൂ നട്ട്കട്ട്. മാം കി ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം എന്നാണ് കേട്ടോ. അമ്മയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ചട്പട്ട് കോ ചോട്ടി ഫൈക്ക് ധ്യാൻ രഖ്നാ ഹേ. മൂത്ത കുട്ടിയായ ചട്പട്ട് ഇളയ കുട്ടിയായ അനിയനെ കെയർ ചെയ്യണം എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത് കേട്ടോ. നട്ട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖ്നാ. അതുപോലെ തന്നെ ഇളയ കുട്ടിയായ നട്ട്കട്ടിനെ തൻ്റെ കൂടെ നിർത്തണം, അവനെ കെയർ ചെയ്യണം, അവനെ ശ്രദ്ധിച്ചോളണം എന്നൊന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അവൻ്റെ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ എന്ത് ചെയ്യണം, നീ അനിയനെ സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം, അവനെ കൂടെ കൊണ്ടുനടക്കണമെന്ന് അമ്മ അവനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देना पड़ता. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ചട്പട്ടിന് മുന്നേ പോയാലും പീച്ചെ പുറകിലേക്ക് മുട്കർ ദേഖ്ന തിരിഞ്ഞു നോക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ഉന്നെ നട്ട്കട്ട് കോ പുക്കാർക്കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പഡ്താ. അത് മാത്രമില്ല, തിരിഞ്ഞു നിന്ന് മൂത്ത കുട്ടിയായ ചട്പട്ട് ഇളയ കുട്ടിയായ നട്ട്കട്ടിനെ പുക്കാർ വിളിക്കും. ജൽദി ചലനെ കെ ലിയെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാർ ബാർ രുക്കർ നട്ട്കട്ട് കാ ഇന്തസാർ കർണപ്പെട്ട. അത് പോരാണ്ട് ജട്പട്ടിന് കൂടെ നിന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആ നട്ട്കട്ടിനെ കാത്ത് നിൽക്കേണ്ടതായിട്ടും വരും. കാരണം നട്ട്കട്ട് പതിയാണ് വരുന്നത്. അപ്പോൾ കൂടെ എവിടെയെങ്കിലും നിന്ന് ഇവനെ കാത്ത് നിൽക്കേണ്ടിയും വരും. കവി സ്കൂൾ ജാനേക്ക് ദേരി ഹോത്തി. ചിലപ്പോഴൊക്കെ സ്കൂൾ ലേറ്റ് ആവാറുണ്ട് കേട്ടോ. അത് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്ന കാണുമ്പോൾ നട്ട്കട്ട് കാ ഹാത്ത് പകടുക്കർ. ചട്പട്ടിന് എന്തായാലും കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തണ്ടേ. അപ്പോൾ ലേറ്റ് ആവുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, നട്ട്കട്ടിൻ്റെ ഹാത്ത് പകടുക്കർ, അവൻ്റെ കൈയും പിടിച്ച് എന്ത് ചെയ്യും, സാത്ത് റൗണ്ടാഫി പെടുത്തുക. അവൻ്റെ കൂടെ അതായത് ചട്പട്ട് എന്ത് ചെയ്യും, നമ്മുടെ നട്ട്കട്ടിനെയും പിടിച്ചുകൊണ്ട് ഓടും കേട്ടോ. झटपट परेशान हो जाता और घर लौटकर माम से शिकायत करता. ചട്പട്ടിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിട്ട് അവൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് മാംസെ ശിക്കായത് കർത്ത, അമ്മയോട് പരാതി പറയാം കേട്ടോ. ശിക്കായത് കർണ മീൻസ് പരാതി പറയാം. അമ്മയോട് പരാതി പറഞ്ഞു. മാം ചോട്ട ബഹുത് പരേഷാൻ കർത്താ ഹെ. അമ്മ എന്നെ ഇളയവനായ നട്ട്കട്ട് അല്ലെങ്കിൽ അനിയൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ എന്നെ ഭയങ്കരമായിട്ട് ഈ ഇളയ നട്ട്കട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് മുസ്കുരാദേത്തി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചോട്ടാ ഹേന, അവൻ അനിയനല്ലേ, ഓർ ബെഡേക്കെത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ പഡ്താ ഹേ. മൂത്ത ആൾ തന്നെ അല്ലേ ഇളയാളിനെ കെയർ ചെയ്യേണ്ടേ എന്ന് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇളയാളിനെ കെയർ ചെയ്യേണ്ടത് മൂത്ത ആളിൻ്റെ കർത്തവ്യമാണെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, അമ്മ പറഞ്ഞത്. അപ്പോൾ മക്കളെ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഒരു സ്ഥലത്ത് ആരുണ്ടായിരുന്നു, ചട്പടെന്നും നട്ട്കട്ടെന്നും പറയുന്ന സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായുള്ളൂ. അതുപോലെ തന്നെ രണ്ടുപേരും ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലും പഠിക്കുക. ഒരുമിച്ചാണ് സ്കൂളിലും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. സ്കൂളാണെങ്കിൽ അവരുടെ ഗ്രാമത്തിലല്ല ഉള്ളത്, ദൂരെ ഒരു ഗ്രാമത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരുമിച്ച് പോണ സമയത്ത് അവർ കുളവും ആൽമരവും വയലും തോട്ടവും തോടും നദിയും ഒക്കെ കാണാറുണ്ട്. തിരിച്ചു വരുമ്പോഴും ഇതൊക്കെ അവർ കാണാറുണ്ട്. ചട്പട്ട് എന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ പോകുന്ന കുട്ടിയാണ്. നട്ട്കട്ട് എന്ന് വെച്ചാൽ പതിയെ പോകുന്ന കുട്ടിയാട്ടോ. അപ്പോൾ ചട്പട്ട് പിന്നെ ആൽമരത്തിന് അവിടെ എത്തുമ്പോൾ നട്ട്കട്ട് കുളത്തിൻ്റെ അവിടെ എത്തുകയുള്ളൂ, അത്ര സ്ലോ ആണ്. അതുപോലെ തന്നെ ചട്പട്ട് തോട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്യാറുണ്ട്, ആ വയലിൻ്റെ അവിടെ എത്താറേ ഉള്ളൂ. അതുപോലെ തന്നെ ചട്പട്ട് നദി കടന്ന് പോകുമ്പോൾ നട്ട്കട്ട് ആ തോടിൻ്റെ അവിടെ എത്താറേ ഉള്ളൂ. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ട്, മൂത്ത ആളിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, ചട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഇളയ ആളായ നട്ട്കട്ട് അതിലെ അനിയനെ നന്നായിട്ട് കെയർ ചെയ്യണം, അവനെയും കൂടെ കൊണ്ടുനടക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേക്ക് പോയിട്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് അവനെയും കാത്തു നിന്ന് ചില സമയത്ത് പെട്ടെന്ന് വാന്ന് അവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേ നിൽക്കും. കൂടെ നിന്ന് അവനെ കാത്തു നിന്ന് അവനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാൻ ചിലപ്പോൾ ലേറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നട്ട്കട്ടിൻ്റെ കൈയും പിടിച്ച് ഓടുകയും ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ ചട്പട്ട് അമ്മയോട് കംപ്ലൈൻറ്റ് പറയണം കേട്ടോ. അമ്മേ, പിന്നെ ഈ ഇളയ കുട്ടി അതായത് നമ്മുടെ നട്ട്കട്ട് എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ അനിയനല്ലേ, അവൻ ചെറുതല്ലേ, വലിയ കുട്ടികളുടെ ഉത്തരവാദിത്വം അല്ലേ ചെറിയ കുട്ടിയെ നോക്കാന്നുള്ളത്. അപ്പോൾ വലിയ കുട്ടികൾ തന്നെയാണ് ചെറിയ കുട്ടിയെ നോക്കേണ്ടത് എന്ന് അമ്മയും ഉപദേശിച്ചു. മക്കളെ ഇത്രയും മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ടീച്ചർ അടുത്ത
പാർട്ടായിട്ട് ഇടാം. താങ്ക് യു.